ഹേ ഗായ്സ് എല്ലാവർക്കും സുഖം നേരുന്നു. ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വരയ്ക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സ്കെച്ച് ചെയ്യുമ്പോൾ തന്നെ ഇറക്കാൻ മനസ്സിലായിട്ടുണ്ടാവും. രണ്ട് ഫേസ് ആയിട്ട് വരയ്ക്കാൻ പോകുന്നത് A4ലാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഔട്ടറും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു കളങ്ങളെ ഇട്ടേക്കുന്നത് A4ലായതുകൊണ്ട് ഓരോ സെൻറ്റിമീറ്റർ വീതം വെച്ചാണ് വരച്ചേക്കുന്നത് തന്നെ. 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പാക്കി വരയ്ക്കാൻ പറ്റും. ഇത് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞു 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 കളങ്ങളാക്കി വരച്ചേക്കുന്നത്. മേലേക്ക് ഒരു 30 കളങ്ങളുണ്ടാവും, താഴേക്കൊരു 15-16 ആ റേഞ്ച് മതിയായിരിക്കും. അപ്പോൾ നമുക്ക് ഷെയ്ഡിങ്ങിലേക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ സ്റ്റെക്ലർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പെൻസിലും കൊണ്ടാണ് ഞാൻ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു പെൻസിലിൻ്റെ ഒരു നമ്മുടെ ടെസ്റ്റും കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫസ്റ്റ് എടുത്തതെന്ന് പെൻസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ A2Hൻ്റെ പെൻസിലാണ്. ജസ്റ്റ് ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലൈറ്റായിട്ട് ഷെയ്ഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2H അതുപോലെ HB ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യാറ്. ഇതുകൊണ്ട് വരയ്ക്കാൻ പറ്റുകയും ചെയ്യും. ഓരോ ഷെയ്ഡിങ്ങിനും നൈസായിട്ട് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പെൻസിൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം നൈസായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യുകയാണ്. ഐബ്രോ ഒന്ന് നൈസായിട്ട് ഷെയ്ഡ് ചെയ്തിടുകയാണ്. 2 ഐബ്രോ ഒന്ന് നൈസ് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ട്, കാരണം കുറച്ച് ലെങ്ത് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗൈസിനെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ആർട്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കും, അവർക്ക് യൂസ്ഫുൾ ആയിക്കോളും. വേണ്ട വെച്ചാൽ ഒരു തീർന്ന പേനയാണ്. ഞാൻ വരയ്ക്കുന്ന എല്ലാ ആർട്ടിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു തീർന്ന പേനയും കൊണ്ട് ഞാൻ വരയ്ക്കുന്നത്. വേറെ ഒന്നുമല്ല, നമുക്ക് ഹൈലൈറ്റ് ഇടുന്ന ഭാഗങ്ങൾ. അപ്പോൾ ചില ഫോട്ടോയിൽ കാണാൻ പറ്റും ഡാർക്ക് കൂടിയതും കുറഞ്ഞതൊക്കെ. നമുക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ തീർന്ന പേന വെച്ച് വരയ്ക്കുവാണെങ്കിൽ സംഭവം യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ വീഡിയോൻ്റെ അവസാനം കാണിക്കുന്നുണ്ട് ഈ വൈറ്റ് പെൻ, ഞാൻ തീർന്ന പേനേൻ്റെ യൂസ് എന്തെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, പെൻസിൽ നമ്മൾ കണ്ടമാനം അമർത്തി പിടിച്ചെടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു ലൈറ്റായിട്ടാണ് കൊടുക്കുന്നത്. 10B ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഡാർക്ക് വരുന്നതാണ്. കണ്ടമാനം അമർത്തി പിടിച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ വരയ്ക്കാതിരിക്കുക, കാരണം നമുക്ക് തെറ്റിക്കാൻ വേണ്ടി വായിക്കുമ്പോൾ പിന്നെ ഒരു പാടായി മാറും അവിടെ. പിന്നെ എടുക്കേണ്ട 2B ആണ്. 2B കൊണ്ട് അടുത്ത ഫേസ് ഷെയ്ഡ് തുടങ്ങാം. നമുക്ക് എല്ലാം ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്, കണ്ടമാനം ഡാർക്ക് ആക്കുന്നില്ല. ലൈറ്റായിട്ട് പിടിച്ചിട്ട് പെൻസിൽ നൈസ് തിരിച്ച് പിടിച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് ആക്കുവാണെങ്കിൽ തന്നെ നമുക്ക് സംഭവം സെറ്റാണ്. നമ്മൾ ബ്രഷും കൊണ്ട് ഷെയ്ഡ് ചെയ്യുന്നതും പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യുന്ന രണ്ട് മാറ്റം ഉണ്ടാവും. നമ്മൾ പെൻസിലും കൊണ്ട് ആക്കുവാണെങ്കിൽ നമുക്കൊരു ഫേസൊക്കെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ബ്രഷും കൊണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് സ്മൂത്ത്നെസ് ആണ് കിട്ടുക. അപ്പോൾ എടുക്കുന്ന ഫോട്ടോ പോയിരിക്കും നമ്മൾ വരയ്ക്കുന്ന ഫോട്ടോയും കാര്യങ്ങളൊക്കെ. എടുക്കുന്ന ഫോട്ടോയിൽ കുറച്ച് ഡീറ്റെയിലിംഗ് കൂടുതലാണെങ്കിൽ നമ്മൾ പെൻസിൽ കൊണ്ട് തന്നെ മാക്സിമം വരയ്ക്കാൻ നോക്കും. സ്മൂത്ത് ഫോട്ടോയാണെങ്കിൽ ബ്രഷും കൊണ്ട് നൈസായിട്ട് നമ്മുടെ സർക്കിൾ പൗഡറും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായി കിട്ടും. അവിടെ കുറച്ച് ഡീറ്റെയിലിംഗ് കൂടിയ ഫോട്ടോ ആയതുകൊണ്ട് പെൻസിൽ തന്നെയാണ് വരയ്ക്കുന്നത് ഞാൻ. ഗൈസ്, അപ്പോൾ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയ്ഡിങ് കുറച്ചൊരു ഫിനിഷിങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ബ്രഷ് എടുക്കുക. നമ്മുടെ മേക്ക് ബ്രഷാണിത്. അത് മീഷോയിൽ ചെറിയ പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളൂ, 200-200 വരുന്നുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു സ്മൂത്ത്നെസ് കിട്ടും, നമുക്കൊരു ഫിനിഷിങ് കിട്ടും. പിന്നെ റൈസർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മായിച്ചു വിടുക. കണ്ണിൻ്റെ ഭാഗങ്ങൾക്കൊന്ന് ലൈറ്റായിട്ടൊന്ന് മായിച്ചു വിടുകയാണെങ്കിൽ നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിപ്പിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ കണ്ണും മൂക്കും വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ കണ്ണും മൂക്കും വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ലൈറ്റ് കുറഞ്ഞ പെൻസിലെടുക്കുക, പിന്നെ കൂട്ടി കൊണ്ടുവരിക, ഹൈലൈറ്റ് ഇടുന്ന ഭാഗങ്ങൾ മായ്ക്കുക. അതൊക്കെ തന്നെ ചെയ്തേക്കുന്നത്. അപ്പോൾ അടുത്ത ഫോട്ടോയെ നമുക്ക് ഇതുപോലെ തന്നെ വരയ്ക്കാം. മനസ്സിലെ അത് ഞാൻ ലൈറ്റ് കുറഞ്ഞ 2H കൊണ്ട് വരയ്ക്കുന്നു. അത് വരച്ചിട്ട് പിന്നെ ഡാർക്ക് കൂട്ടുന്ന സ്ഥലത്ത് കൂട്ടും, കുറയ്ക്കുന്ന സ്ഥലത്ത് കുറയ്ക്കും. പിന്നെ ഹൈലൈറ്റ് ഇടുന്ന ഭാഗങ്ങളൊക്കെ മായ്ച്ച് റെഡിയാക്കി അങ്ങനെയാണ് ഈ ഫോട്ടോയും ആക്കിയെടുക്കുന്നത്. വീഡിയോ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. അങ്ങനെ 2 ഫോട്ടോയും ഏറെക്കുറെ ഐസ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഉണ്ടല്ലേ, ജസ്റ്റ് പെൻസിലും കൂടെ നമ്മൾ ചെരിച്ച് വെച്ച് വരയ്ക്കുകയാണെങ്കിൽ തന്നെ നൈസായിട്ട് വരച്ചാൽ മതി. കണ്ടോളം ഡാർക്ക് കൂട്ടരുത്. ഡാർക്ക് കൂടുന്ന സ്ഥലത്ത് കൂട്ടി കൊടുക്കുക, അത് പെട്ടെന്നേ കൂട്ടരുത്, അവസാനം കൂട്ടിയാൽ മതി. നമ്മൾ ഫസ്റ്റ് വെച്ചിട്ട് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക, എന്നിട്ട് പിന്നെ അവസാനം ആകുമ്പോഴേക്കും ഡാർക്ക് കൂട്ടി കൊണ്ടുവന്നാൽ മതി. ജസ്റ്റ് നമ്മുടെ ബ്രഷും കൊണ്ടൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിടുവാണെങ്കിൽ നമുക്ക് കുറച്ചൊരു സ്മൂത്തായി കിട്ടും ഫോട്ടോ. അത് നമുക്ക് വരയ്ക്കാൻ കുറച്ചൊരു സുഖമായിരിക്കും. അങ്ങനെ. അപ്പോൾ ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു മറ്റേ തീർന്ന പേനയുടെ യൂസ്ഫുൾ എന്താണെന്ന് പറഞ്ഞിരുന്നു. ഈ മീശേൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ വെളിച്ചടിക്കുമ്പോൾ ഹൈലൈറ്റ് എന്ന് പറയും, ചെറിയൊരു വെള്ള പോർഷൻസ് ഇങ്ങനെ ഒരു രോമങ്ങൾ പോലെ ഉണ്ടാവും. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ തീർന്ന പേന എടുത്തിട്ട് വരച്ചിട്ട് ഏതെങ്കിലും ലൈറ്റായി പെൻസിൽ 2H HB അതുകൊണ്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുവാണെങ്കിൽ വരച്ചതിൻ്റെ ഉള്ളിലേക്ക് ഈ പെൻസിലിൻ്റെ ഇറങ്ങില്ല. അപ്പോൾ കറക്റ്റ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മുടെ പകുതി പണി കുറഞ്ഞു കിട്ടും. നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് അങ്ങനെ ഒന്ന് വരച്ച് നോക്കുക. ഈ ഹൈലൈറ്റഡ് ഭാഗങ്ങളിലൊന്ന് പേനയും കൊണ്ട് വരച്ചിട്ട്, തീർന്ന പേന കേട്ടോ, തീർന്ന പേനയോട് വരച്ചിട്ട്
പിന്നെ മായ്ച്ച് റെഡിയാക്കുവാണെങ്കിൽ സംഭവം സെറ്റായി കിട്ടും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇറേസറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനത്തെ വാങ്ങാൻ കിട്ടും. ഇതിപ്പോൾ ചീപ്പ് റേറ്റ് ഞാൻ വാങ്ങിയാണ്, 150 രൂപ ആ റേറ്റൊക്കെ ഉള്ളൂ ഈ റബ്ബർ ഇറേസറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏറെക്കുറെ ഫോട്ടോ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയുക, ഇഷ്ടപ്പെട്ടോ? മെയിനായിട്ട് ഞാൻ ആ ഫോട്ടോ പെൻസിലും പിന്നെ പേപ്പറിന് വേണ്ടിയിട്ട് വരച്ചത്. കാരണം പുതിയ പേപ്പർ വാങ്ങിയായിരുന്നു, A4-ൻ്റെ നമ്മുടെ ഐവറി ഷീറ്റ് വാങ്ങിയായിരുന്നു. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിനും കൂട്ടിയാണ് ആക്കി എടുത്തേക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെ പുതിയ പുതിയ വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് മുഖ്യം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.